അങ്കമാലി നഗരസഭ ഓണത്തിനോടനുബന്ധിച്ച് ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വിളിച്ചു ചേർത്ത് നമ്മളൊരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടായി. അതിനകത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, MPD, അതുപോലെ തന്നെ PWD, NH, മർച്ചൻ്റ് അസോസിയേഷൻ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ എല്ലാവരും പങ്കെടുത്തു. അപ്പോൾ ചില തീരുമാനങ്ങളൊക്കെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ക്യാമ്പ് ഷെഡ് റോഡിലുള്ള അനധികൃത കച്ചവടങ്ങളും പാർക്കിങ്ങും നമ്മൾ എത്രയും വേഗം നീക്കം ചെയ്യണം. അതേപോലെ തന്നെ നമ്മളുടെ മാവേലി ജ്വല്ലറിയുടെ അവിടെയുള്ള ഓട്ടോറിക്ഷകൾ ഇപ്പോൾ കിടക്കുന്നതിൽ നിന്നും റോഡിന് പാരലായിട്ട് പാർക്ക് ചെയ്യാൻ, അപ്പോൾ കുറച്ചും കൂടി അവിടെ സ്പേസ് കിട്ടും. അതുപോലെ തന്നെ ഹിൽസ് പാലസ് തൊട്ട് നമ്മുടെ സംഗീതയുടെ കട വരെയുള്ള പാർക്കിങ് താൽക്കാലികമായി ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് അവിടെയുള്ള പാർക്കിങ്ങുകളെല്ലാം മാറ്റുന്നതിനും, പിന്നെ നമ്മൾ ട്രാഫിക് വാർഡന്മാരെ കുറച്ച് പേരെയും കൂടി മർച്ചൻ്റ് അസോസിയേഷനായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് വാർഡന്മാരെയും കൂടി വെച്ച് ട്രാഫിക് നിയന്ത്രിക്കുന്നതിനും, അതുപോലെ ഒരു ട്രാഫിക് സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ കെട്ടിടമുണ്ട്, വണ്ടിയുണ്ട്. പക്ഷേ നമ്മളുടെ ട്രാഫിക്കിൻ്റെ വാർഡൻ അവിടെ പോലീസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് ഇല്ലാത്തത്. ട്രാഫിക് യൂണിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൗൺസിലിൽ പാസ്സാക്കി മന്ത്രിനെ നേരിട്ട് കണ്ട് നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ട്രാഫിക് യൂണിറ്റിനുള്ള സ്റ്റാഫിനെ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് പിന്നെ മഞ്ഞപ്ര റോഡ്, അതായത് KSRTCയുടെ ഓപ്പോസിറ്റ് ഒരു മഞ്ഞപ്ര റോഡിന് മഞ്ഞപ്രയ്ക്ക് പോകാനുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ബസ്സുകൾ നിർത്തി കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഉള്ളൊരു ബ്ലോക്ക് ഉണ്ടാകും. അതുകൊണ്ട് അവിടെ നിന്ന് ആ സ്റ്റോപ്പ് മാറ്റി നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ അവിടേക്ക് അങ്ങനെ മാറ്റാനായിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അത് ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ ഇപ്പോൾ KSRTCയുടെ ഓപ്പോസിറ്റ് നിർത്തൂല മഞ്ഞപ്രയ്ക്ക് പോകുന്ന ബസ്സുകൾ. ഫെഡറൽ ബാങ്കിൻ്റെ അവിടെയാണ് പ്രൈവറ്റ് ബസ്സുകൾ നിർത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് കൂടിയ കമ്മിറ്റിയുടെ കാര്യങ്ങളായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ തൊട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇവരൊക്കെ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്കമാലിയിലെ ട്രാഫിക് കൺജസ്റ്റൻ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി അങ്കമാലി നഗരസഭ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടൊരു യോഗം അങ്കമാലി നഗരസഭയിൽ വിളിച്ചു ചേർക്കുന്നുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് MPD, അതുപോലെ തന്നെ PWD, പോലീസ്, NHI തുടങ്ങിയുള്ള മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾ, പ്രൈവറ്റ് ബസ് ഓണേഴ്സ് എന്നിവരെല്ലാം ചേർന്നൊരു യോഗം ചേർക്കുകയുണ്ടായി. ആ യോഗത്തിലെടുത്ത ചില തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഒന്ന്, അങ്കമാലി നഗരസഭാ പ്രദേശത്തെ ക്യാമ്പ് ഷെഡ് റോഡിലെ അനധികൃത വ്യാപാരങ്ങളും പാർക്കിങ്ങും നിർത്തലാക്കാൻ നഗരസഭ തീരുമാനിച്ചു. രണ്ടാമതായിട്ടുള്ള KSRTC ബസ് സ്റ്റാൻഡ് എതിർവശത്ത് NH മുതലുള്ള ബസ് സ്റ്റോപ്പിൽ മഞ്ഞപ്ര ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്കുള്ള സ്റ്റോപ്പ് നിരോധിച്ചു. പകരം ഫെഡറൽ ബാങ്കിന്റെ മുൻവശത്തായി സ്റ്റോപ്പ് നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് എതിർവശത്തുള്ള NH ഭാഗത്ത് ബസ്സുകൾ നിർത്താൻ പാടില്ല. കൊറ്റയ്ക്ക് പോകുന്ന ബസ്സുകൾ മാത്രം ഒഴിച്ച് മഞ്ഞപ്രയ്ക്ക് പോകുന്ന ഒരു ബസ്സുകളും ആ ഭാഗത്ത് നിർത്താൻ പാടില്ല. അവരെല്ലാം മഞ്ഞപ്രയ്ക്ക് പോകുന്ന വണ്ടികളെല്ലാം ഫെഡറൽ ബാങ്കിന്റെ അവിടെ നിർത്തി ആളുകളെ കയറ്റി പോകണമെന്നാണ് അതിനകത്തുള്ള തീരുമാനം. പിന്നീടുള്ള തീരുമാനം, ഹിൽസ് പാർക്ക് ഹോട്ടൽ തുടങ്ങി സംഗീത സിൽസ് വരെയുള്ള ഭാഗത്ത് ഒരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള പാർക്കിങ്ങും അനുവദനീയമല്ല എന്ന് വ്യക്തമായ ഒരു തീരുമാനം നഗരസഭാ കൗൺസിലിന്റെയും അതേപോലെ തന്നെ നഗരസഭയുടെയും അതേപോലെയുള്ള ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. മാവേലി ജ്വല്ലറിയുടെ മുൻവശത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷകൾ റോഡിന് പാലായി ഇടുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ കിടക്കുന്ന അവസ്ഥയിൽ കിടന്നാൽ റോഡ് ബ്ലോക്ക് ആവുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അത് പാരലായി ഇടുന്നതിനുള്ള തീരുമാനം ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിന് ട്രാഫിക് ഗാർഡുമാരെ നിയമിക്കാൻ തീരുമാനിച്ചു. അത് വിവിധ മർച്ചൻ്റ് അസോസിയേഷൻ അടക്കമുള്ള വ്യാപാരികളടക്കമുള്ള പല ആളുകളുമായി സംസാരിച്ച് അവരുടെ സഹകരണത്തോടു കൂടി ട്രാഫിക് വാർഡുമാരെ നഗരത്തിൽ വിന്യസിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അനധികൃത പാർക്കിങ്ങിന് ശക്തമായ നടപടികൾ സ്വീകരിക്കാനും നഗരസഭ തീരുമാനിച്ചു. അങ്കമാലിയിൽ ട്രാഫിക് പോലീസ് യൂണിറ്റ് സ്ഥാപിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ നഗരസഭാ കൗൺസിൽ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ബഹുമാനായ ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് അങ്കമാലിയിൽ ഈ വരുന്ന ഓണക്കാലത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ട്രാഫിക് പരിഷ്കാരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും അങ്കമാലിയിലെ ജനങ്ങളും വ്യവസായികളും ബസ് ഓണേഴ്സ് അടക്കമുള്ള ആളുകളും എല്ലാവരും അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നഗരസഭയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.